ചേട്ടാ പുറത്തോട്ട് വന്ന് നോക്കുന്നുണ്ടോ? പുറത്തോട്ടോ? ഇപ്പോഴാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മാസം 2.5 ലക്ഷം രൂപ ശമ്പളം. 2.5 ലക്ഷമോ? നമ്മുടെ പ്രോസസിംഗ് ഫീ ആയിട്ട് 1.5 ലക്ഷം രൂപ വരും. 50,000 അഡ്വാൻസ് ആയിട്ട് വരാണെങ്കിൽ നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. 50,000? ഓക്കേടാ, 50,000 സെറ്റാക്കാം. പിന്നെ അടുത്ത മാസം തന്നെ എടുത്തു തരാമേ. അല്ല, ഞാൻ വിസയുടെ ആളായിരുന്നേ. സാറേ, ബാക്കി 1 ലക്ഷം കൂടെ ഒന്ന് സെറ്റാക്കാവോ? ചേട്ടാ ഒന്നുണ്ടേ. എവിടെ നോപ്പിച്ചു? RC ബുക്ക് പണയം വെച്ചു. അതെ, നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. എന്താ? ഈ പഴയ അറബി കാലി മാറിയേ. ആ. അപ്പൊ പുതിയ അറബിക്ക് 1 ലക്ഷം കൂടെ വേണ്ടി വരും കേട്ടോ. 1 ലക്ഷത്തിന് ഞാൻ ഇനി അവിടെ പോകും. എടാ, അമ്മയുടെ സ്വർണ്ണം പണയം വെച്ച് പോരാഞ്ഞിട്ട് നീ ചേച്ചിയുടെ സ്വർണ്ണം മോട്ടിച്ച് വിറ്റല്ലേ? നമ്മുടെ കുടുംബത്തിന്റെ ബാക്കി വേണ്ടിയല്ല. എടാ നിക്ക് നീ ഇതെങ്ങോട്ടാ കയറി വരുന്നേ? എടാ, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടറാ. ഞാൻ ഇന്നൊരു രാത്രി ഇവിടെ കിടന്നോട്ടെ, നാളെ രാവിലെ എണീറ്റ് പൊക്കോളാം. അതൊന്നും പറ്റത്തില്ല. നിന്നെ വീട്ടിൽ കയറ്റിയ പച്ചവെള്ളം തരുവേളെന്ന് അച്ഛൻ പറഞ്ഞു. നീ പോയേ. എടാ എണീറ്റേ. എന്താ മെമ്പർ സാറേ? എടാ എണീറ്റ് പോടോ. എന്താ? നിന്നെ പഞ്ചായത്തിന്റെ റോഡിലല്ല, പഞ്ചായത്തിന്റെ കക്കൂസി പോലും കയറ്റണമെന്നാ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞു. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം. എൻ്റെ വിസയൊന്ന് വന്നോട്ടെ. പുള്ളീനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. The subscriber is currently switched off. ഹലോ. The subscriber is currently switched off. ഹലോ. The subscriber is currently. ചേട്ടാ എന്നെ പറ്റി ചേട്ടാ ബസ് പോണോ ചേട്ടാ? നീ ഏതാടാ? രാജബാങ്ക് കൺട്രാക്ടിന്റെ സൈറ്റ് പണിക്കൊന്നാ. പണിയോ? ഈ 2.5 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ എത്ര നാൾ പണിയെടുക്കണം? ഒരു 2 വർഷം പണിതാൽ മതിയാവും ചേട്ടാ. 2 വർഷമോ? ഞാനും വരാം. $50,000 ഒന്നും എൻ്റെ ഇല്ല ചേട്ടാ. ഞാനിവിടെ നാട്ടിലുള്ള പണിയെടുത്ത് നീക്കണം.